പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഷിരൂർ മണ്ണിടിച്ചിലിനെ കുറിച്ച് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. സൈന്യത്തെ നിയോഗിച്ചിരിക്കുകയാണ്. ചീഫ് സെക്രട്ടറിയിൽ നിന്ന് ഈ സംഭവത്തെക്കുറിച്ച് ഷിരൂരിലെ മണ്ണിടിച്ചിലിന്റെ വിവരങ്ങൾ കൃത്യമായി അറിയിക്കണം എന്നുള്ള റിപ്പോർട്ടാണ് തേടിയിരിക്കുന്നത്. അക്കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റിപ്പോർട്ടറിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ISROയുടെ പ്രത്യേക സംഘം കൂടി തെരച്ചിലിനായി സൈന്യത്തിനൊപ്പം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നേരത്തെ മെറ്റൽ ഡിറ്റക്ടറും ഒപ്പം ഗ്രൗണ്ട് GPR സംവിധാനം ഉപയോഗിച്ചായിരുന്നു തെരച്ചിലെങ്കിൽ ISRO കൂടി എത്തുന്നത് ഈ തെരച്ചിലിന് ആക്കം കൂട്ടുമെന്നുള്ളത് ഉറപ്പാണ്. ഡോക്ടർ അരുൺകുമാർ നമുക്കൊപ്പം തുടരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ഡോക്ടർ അരുൺകുമാർ, ഷിരൂരിലേക്ക് നൽകാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, ISROയുടെ സംഘം കൂടി സൈന്യത്തിനൊപ്പം ബലഗാവിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് ഇക്കാര്യം ഇപ്പോൾ റിപ്പോർട്ടറിനെ അറിയിച്ചിരിക്കുന്നത്. സുജയ, എനിക്കത് കേട്ടു. അതിൽ അല്പം ആശങ്കയുണ്ടാക്കുന്ന ഒരു ഘടകം, ഇപ്പോൾ സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന GPS-ന്റെ റഡാർ സിസ്റ്റം പ്രവർത്തിക്കുന്ന ഭാഗത്ത് നമ്മുടെ ഹെലികാമിലെ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. PCR നിന്ന് പ്ലേ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനടിയിൽ ലോറി ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്ന് ഈ തെരച്ചിലിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പം കൂടി ആശങ്കയാണ്. സ്വാഭാവികമായും നമ്മളെല്ലാവരും കരുതിയിരുന്നത് ആ ഭാഗത്ത് ലോറി ഉണ്ടാകുമെന്നാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തെരച്ചിൽ നടത്തിയിരുന്നത്. ഇപ്പോൾ ആ GPS റഡാർ ലൊക്കേറ്റ് ചെയ്തിരുന്ന രണ്ടു ഭാഗങ്ങളിലും തെരച്ചിൽ നടത്തി അവിടെ ഈ ലോറിയുടെ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ദൃശ്യങ്ങളിൽ നിന്ന് കൂടി വ്യക്തമാവുന്നത് അതിൽ ഈ ലോറി അവിടെ ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായും ഇനി വരുന്ന മണിക്കൂറുകളിൽ തിരച്ചിൽ നദിയിലേക്ക് കൂടി വ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇതിന്റെ കാരണം വലിയ രീതിയിൽ ഈ മണ്ണ് വന്ന് തള്ളി ഈ ട്രക്കിനെ ഈ റോഡിന്റെ മറുഭാഗത്തേക്ക് പുഴയിലേക്ക് തള്ളി കളഞ്ഞിട്ടുണ്ടാവാം എന്ന നിരീക്ഷണവും ഇപ്പോൾ ശക്തമാണ്. 2 NDR സംഘങ്ങളും ഒപ്പം തന്നെ നേവിയുടെ സംഘവും ഗംഗാവാലി പുഴയിലും തെരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ നമുക്കറിയേണ്ടത് ഗോകർണം വഴി ഒരു മൃതശരീരം ഒഴുകിയെത്തിയിരുന്നു. അത് നേരത്തെയുള്ള ടാങ്കർ ലോറിയുടെ ഡ്രൈവറുടേതായിരുന്നു. 7 കിലോമീറ്റർ അപ്പുറത്ത് നിന്നാണ് ആ ടാങ്കിലെ ബുള്ളറ്റ് ടാങ്ക് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചതും. അപ്പോൾ ഇത്രയും വലിയ ഒരു വാഹനം 26 അടി താഴ്ചയുള്ള ഗംഗാവാലി നദിയിലേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന ആശങ്ക വീണ്ടും ശക്തമാകുന്നുണ്ട്. ആ മണ്ണിടിഞ്ഞ് കിടക്കുന്ന റോഡിൻ്റെ ഭാഗത്ത് ലോറി ഉണ്ടാവാനുള്ള സാധ്യത വിരളമാകുന്നു എന്നൊരു സൂചന കൂടിയാണ് ഇപ്പോൾ ലഭ്യമാവുന്നത്. എന്തായാലും അടുത്ത ഒരു അരമണിക്കൂർ വളരെ നിർണായകമാണ്. കാലാവസ്ഥ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നു. കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തന്നെയാണ് ഇനി വേണ്ടത്. 4 മീറ്റർ താഴ്ചയിലേക്ക് മാത്രം പോകുന്ന GPS റഡാർ സംവിധാനം കൊണ്ട് അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടു. ആ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ലോറി ഇല്ല എന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു 3 മീറ്റർ കൂടി നീളത്തിൽ മണ്ണെടുത്താൽ മാത്രമേ ആ ഭാഗത്ത് ലോറി ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടൂ. ആ ലോറി അവിടെ ഇല്ലെങ്കിൽ നമ്മളെ കുഴക്കുന്ന ചോദ്യം, പുഴയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് എവിടേക്ക് പോയിട്ടുണ്ടാകും എന്നുള്ളതാണ്. കാരണം ആ മണ്ണിടിച്ചിലിൻ്റെ വ്യാപ്തിയോ ഇത് വാഹനങ്ങൾ മറിച്ചിട്ടതോ ആരും നേരിട്ട് കണ്ടതിന് ദൃക്സാക്ഷികളില്ല. മാത്രവുമല്ല അതിനാകെ ദൃക്സാക്ഷികളാകുമായിരുന്നൊരു കുടുംബം അപ്പാടെ മണ്ണിനടിയിൽ പോയി. ഒരു ലോറി ടാങ്കർ അതേപടി തന്നെ ഈ ഗംഗാവാലി നദിയിലേക്ക് വീണു. 7 കിലോമീറ്ററോളം നദിയിൽ ഒഴുകിപ്പോയി. അതിലുണ്ടായിരുന്ന ഡ്രൈവർ 40 കിലോമീറ്റർ അകലെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ കിട്ടിയത്. വലിയ രീതിയിൽ ആർത്തലച്ചൊഴുകുന്ന പുഴയാണ്. പ്രേക്ഷകർക്ക് എൻ്റെ പിന്നിൽ കാണാൻ സാധിക്കും ഈ ഗംഗാവാലി പുഴ എന്ന് പറയുന്നത്. ഏകദേശം നിറഞ്ഞു തന്നെയാണ് ഈ പുഴ ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുഴയിൽ എവിടെയെങ്കിലും ആ ലോറി വീണ് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് കണ്ടെത്തുക എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമാണ്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം ഇടത്തുഭാഗത്ത് വീണ്ടും നേവിയുടെ സ്കൂബ സംഘങ്ങളും NDRFിൻ്റെ സംഘങ്ങളും ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ നടത്തുകയാണ്. ആ തെരച്ചിലിൽ ഇനിയുള്ള പ്രതീക്ഷ അവിടെ കൂടിയാണ്. അപ്പോൾ 2 തരത്തിലുള്ള തെരച്ചിൽ നടക്കുന്നുണ്ട്. ഒന്ന്, കരസൈന്യം എത്തുന്നതിന് മുമ്പ് തന്നെ GPS റഡാർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്തെ തെരച്ചിൽ ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയൊരു 2-3 മീറ്റർ കൂടിയാണ് പോകേണ്ടത്. മറുഭാഗത്ത് ഗംഗാവാലിയിലും ഇപ്പോൾ തെരച്ചിൽ തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ഗംഗാവാലി നദിയിലൂടെയാണ് ഒരു ടാങ്കർ ഒലിച്ചു പോയത്. പക്ഷേ 40 ടണ്ണോളം ഭാരം കയറ്റിയിരിക്കുന്ന ലോറി അത്ര വേഗത്തിൽ ഒലിച്ചു പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ